ഹലോ നല്ല നമസ്കാരം. ബൈ ദ പവർ ഓഫ് ദ ഗൈസ് ഹൂൾ ഐ ഹാവ് ദ പവർ. 80s-ലും 90s-ലും നമ്മൾ കുട്ടിക്കാലം ആവേശഭരിതമാക്കിയ ആ ശബ്ദം, ആ മാന്ത്രിക വാൾ, നമ്മുടെ സ്വന്തം ഹീമാൻ ഒടുവിൽ 2026-ൽ തിയേറ്ററിൽ ലൈവായി എത്തിയിരിക്കുകയാണ്. മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് സംവിധായകൻ ട്രാവിൻ നൈറ്റും വമ്പൻ താരനിരയും ചേർന്നപ്പോൾ ഒരു ഒന്നാം തരം മാസപടം നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ തിയേറ്ററിൽ നിന്നും ഇറങ്ങുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, ഹീമാന്റെ ആ പവറൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഒരു നിരാശയാണോ എന്ന് ചോദിച്ചാൽ നിരാശയാണ്. വലിയ ഹൈപ്പിൽ വന്നിട്ട് എന്നാൽ അമിതമായിട്ടുള്ള ഒരു കോമഡി, മോശം VFX-ഉം അതെല്ലാം കൂടെ ചേർന്ന് പതറിപ്പോയ ചിത്രത്തിന്റെ വള്ളി പുള്ളിക്ക് തെറ്റാത്ത ഒരു ഡീറ്റെയിൽ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ പോസിറ്റീവ് ആണ് കുറച്ചുള്ളത്, നെഗറ്റീവ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തുവിടാം. കഥയിലേക്ക് കിടക്കാം. എൻട്രോണിയ എന്ന് പറയുന്ന സാങ്കല്പിക ലോകത്തെ വില്ലനായിട്ടുള്ള സ്കെൽറ്റർ കീഴടങ്ങുന്നു. അവിടുന്ന് രാജകുമാരനുള്ള പ്രിൻസ് ആഡംത്തെ രക്ഷിക്കാൻ വേണ്ടി മാന്ത്രിക വാളം നൽകി മാതാപിതാക്കൾ ഭൂമിയിലേക്ക് അയക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഭൂമിയിലെത്തുന്ന ആഡംത്തിന് തൻ്റെ വാൾ നഷ്ടപ്പെടുന്നു. തുടർന്നുള്ള 15 വർഷം ഭൂമിയിലെ ഒരു പാവം HR മാനേജരായി ആളുകളോട് സംസാരിക്കാൻ പോലും പേടിയുള്ള ഒരു സോഷ്യലിസ്റ്റ് ഓസ്കോഡ് ലൂസറായിട്ടാണ് നമ്മുടെ നായകൻ ജീവിക്കുന്നത്. പിന്നീട് വാൾ തിരികെ കിട്ടുന്നതും അയാൾ ഹീമാനായി മാറിയ തന്റെ ലോകം തിരിച്ചു പിടിക്കാൻ പോകുന്നതുമാണ് സിനിമയുടെ വൺ ലൈൻ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ നെഗറ്റീവിലേക്ക് കടക്കുന്നതിന് മുമ്പ് കണ്ടിരിക്കാൻ തോന്നുന്ന ചില നല്ല കാര്യങ്ങൾ പറയാം. സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ജാരഡ് ലെറ്റോ അവതരിപ്പിച്ച വില്ലൻ സ്കൈറ്റർ തന്നെയാണ്. പഴയ ആ കാർട്ടൂൺ കോമഡി തരമുള്ള വോയിസിന് പകരം കൂടുതൽ സീരിയസ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു വില്ലനിസം പുള്ളിക്കാരൻ മാസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസ് ആഡം ആദ്യമായി ഹീമാനായി മാറുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനും അതോടൊപ്പം തന്നെ ഇൻട്രിയോ സെൽവിയുടെ മാൻ ആൻഡ് ആഡംസ് നടത്തുന്ന ചില ആക്ഷൻ രംഗങ്ങളും വിഷ്വലി നല്ല പവർ നൽകുന്നുണ്ട്. എൻട്രോണിയുടെ ആ ലോകത്തിന്റെ കളർഫുൾ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും എനിക്ക് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സിനിമയുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ ചിത്രത്തെ ഒരു ശരാശരി അനുഭവമാക്കി മാറ്റിയത് എന്ന് തോന്നിയാൽ, ഈദിന്റെ ബ്രോയിങ് നോട്ട് ഇർത്ത ആർക്കുണ്ടല്ലോ, സിനിമയുടെ ആദ്യത്തെ ഒരു 30-40 മിനിറ്റുകൾ ഭൂമിയിലാണ് കഥ നടക്കുന്നത്. ഒരു അന്യഗ്രഹ രാജകുമാരൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രസകരമായ നിമിഷങ്ങൾക്ക് പകരം നമ്മൾ 100 വട്ടം കണ്ടുമടുത്ത ഒരു ക്ലീഷെ ലൂസർ സ്റ്റോറിയാണ് ഇവിടെ കാണിക്കുന്നത്. ആടം ഒരു ഓഫീസിൽ HR ആയി ജോലി ചെയ്യുന്ന ഭാഗങ്ങളിലെ തമാശകൾ പകുതിയും തികച്ചും പക്ക ക്രിഞ്ചായിട്ടാണ്, തിയേറ്ററിൽ ഒട്ടും ചിരി വരാത്ത രീതിയിലാണ് ആ ഭാഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള തമാശ, ഒട്ടും ഹ്യൂമർ ഇല്ലാത്ത, നമ്മൾ പ്രതീക്ഷിച്ചത് ഹീമാന്റെ മാസ് ആക്ഷൻ ചിത്രമാണ്. എന്നാൽ അണിയറ പ്രവർത്തകർ ഇതിനെ ഒരു മാർവൽ സിനിമയാക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഇത് ഒരു റാപ്പിഡ് ഫയർ തമാശകൾ കുത്തി നിറച്ചത് കാരണം സിനിമയിലെ ഒരൊറ്റ ഒരു ഇമോഷൻ രംഗത്തിന് പോലും പ്രേക്ഷകനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ അത് സാധിക്കുന്നില്ല. തൻ്റെ നാട് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടലോ ഇൻറ്റിമസിയോ അദ്ദേഹത്തിന് ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള മകളും തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിർത്താനൊക്കെ ഒട്ടും കഴിയുന്നില്ല. ആ ഒരു രീതിയിലാണ്, ആ ഒരു ഇതിനെ ബോറടിപ്പിക്കുന്ന രീതിയിലാണ് അതിനെ മേക്ക് ചെയ്ത് ആർക്ക് ബിൽഡ് ചെയ്ത് ഇത് വച്ചിരിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ നായകന്റെ ആ ഒരു മോശം ചിത്രീകരണം നമ്മളൊക്കെ ഒരു ഹീമാൻ ആരാധകനെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയതും പ്രിൻസ് ആഡത്തിന്റെ ഈ ചിത്രീകരണമാണ്. നമ്മൾ മനസ്സിൽ കാണുന്ന ഹീമാൻ ഒരു പക്ക മാസ് മാസ്കുലേറ്റർ ഹീറോയാണ്. എന്നാൽ വാളെടുക്കുന്നതിന് മുമ്പ് ആടത്തെ കാണിക്കുന്നത് ഒരു റിക്കി ആൻഡ് മാട്രി കാർട്ടൂണിലെ ഒരു മോട്ടിയെ പോലെയാണ്. പലപ്പോഴും പേടിച്ച് വിറച്ച് ആത്മവിശ്വാസം ഇല്ലാതെ കരയാൻ എപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട്, ഒരു ആമാനുഷികമായിട്ടുള്ള ഒരു ഹീറോ ഇത്രയും പേടിച്ചു തൂറിയായി മാറുന്നത് ഒട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തോ എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ. അടുത്തതായിട്ട് ആ VFX-ലെ ഒരു ഡബിൾ മീനിങ്. വലിയ ബഡ്ജറ്റിൽ വന്ന സിനിമയാണെങ്കിൽ പോലും ഇതിന്റെ VFX-ൽ വലിയ ഒരു ഇരട്ടത്താപ്പ് കാണാൻ സാധിക്കും. വില്ലനായിട്ടുള്ള സ്കെൽറ്റനെ മികച്ച രീതിയിൽ ഒരുക്കിയിട്ട് VFX ടീം ഹീമാന്റെ വിശ്വസ്തനായിട്ടുള്ള മൃഗം ക്രിഞ്ചർ സംസാരിക്കുന്ന പുലിയുടെ കാര്യത്തിൽ വലിയ പരാജയമായി മാറുകയാണ്. പല സീനുകളിലും ഈ പുലിയെ കാണുമ്പോൾ ഒരു 3D വീഡിയോ ഗെയിമിലെ ഗ്രാഫിക്സ് പോലെ ഫേക്ക് ഫീലാണ് എനിക്ക് തോന്നിയത്. ചില എലക്ട്രോണിക് പശ്ചാത്തലത്തിലെ ഗ്രീൻ സ്ക്രീനുകൾ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ കൂടെ പറയണം. സിനിമയുടെ നിർമ്മാണത്തിനിടയിൽ നിരവധി തിരക്കഥാകൃത്തുക്കൾ മാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രൊഡ്യൂസർമാർക്ക് മാർവൽ സ്റ്റൈൽ കോമഡി വേണം, സംവിധായകനാണെങ്കിലോ മറ്റൊന്ന് വേണം. ഈ ഒരു ആശയക്കുഴപ്പം സിനിമയിൽ ഉടനീളം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ പല ഭാഗങ്ങളിലും തമ്മിൽ ഒരു തുടർച്ചയില്ലാത്ത അവസ്ഥയുണ്ട്. പല കഷ്ണങ്ങളും കൂട്ടി ഒട്ടിച്ചതുപോലെയുള്ള ഒരു ഫീലാണ് തിരക്കഥ നമുക്ക് സമ്മാനിക്കുന്നത്.
അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഇതൊരു വലിയ വിജയമാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം വലിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം അതിന്റെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ 7 പേര് മാത്രമാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ എന്തോ പബ്ലിസിറ്റിയിൽ എന്തോ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കുന്ന സാധനം ഇതിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് 2026 ഇറങ്ങിയ സിനിമ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തിയ സിനിമയാണ്. ഒരു നല്ല മാസ് ഫാന്റസി ചിത്രമാകേണ്ടിയിരുന്ന ഇതിനെ വെറുമൊരു ശരാശരി കോമഡി ചിത്രമാക്കി മാറ്റി. പുതിയ തലമുറയിലെ കുട്ടികൾക്കും കാഷ്വൽ പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഇതൊരു വൺ ടൈം വാച്ചബിളായി തോന്നാം. എന്നാൽ കടുത്ത ഹീമാൻ ആരാധകർക്ക് ഇതൊരു വലിയ നിരാശയായിരിക്കും സമ്മാനിക്കുക എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ചിത്രത്തിന് 5-ൽ 2.5 മാർക്ക് മാത്രമാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി, സിനിമ കാണാൻ പോകുന്നവർ പടം കഴിഞ്ഞാൽ ഉടൻ തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. വരാനിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 പോസ്റ്റ് ക്രെഡിറ്റും അതോടൊപ്പം തന്നെ മിസ് ക്രെഡിറ്റും രംഗങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്